അതുണ്ടായിരുന്നു എന്നുള്ളത് ആ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് കൃത്യമായി ചരിത്രം പഠിച്ചാൽ നമുക്ക് ബോധ്യമാവുന്ന ഒരു കാര്യമാണ്. ആ ചരിത്രത്തിലേക്ക്, അതിന്റെ കാരണങ്ങളിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയുക, ശിപായി ലഹരിയുടെ കാലഘട്ടത്തിൽ 1857 ശിപായി ലഹരി, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ബ്രിട്ടീഷുകാർക്കായി നടന്നിട്ടുള്ള ആ എതിരായിട്ടുള്ള ആ സമരത്തിൽ മുഴുവൻ ഉത്തരവാദിത്വവും അന്ന് ബ്രിട്ടീഷുകാർ തലയിൽ വെച്ചു കൊടുത്തത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ മേലെ. അവിടെ അതിനുശേഷമുണ്ടായിട്ടുള്ള അതിനുള്ള പങ്ക് വഹിച്ചു എന്നുള്ള പേരിൽ ഏറ്റവും കൂടുതൽ ശിക്ഷിക്കപ്പെട്ടത് ഡൽഹി അടക്കമുള്ള പ്രദേശങ്ങളിലെ മുസ്ലിം സമുദായത്തെ ആയിരുന്നു എന്നത് നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അതിക്രൂരമായ ശിക്ഷിക്കുക എന്നുള്ള നയം ബ്രിട്ടീഷ് ഗവൺമെന്റ് എടുക്കുകയും അതോടൊപ്പം തന്നെ ഹിന്ദു സമുദായവുമായി ഭിന്നിപ്പിച്ച് ഭരിക്കലിന്റെ പ്രായോഗിക ആ കാലഘട്ടത്തിലാണ് ബ്രിട്ടീഷുകാർ പഠിച്ചത്. അതിൽ ഇതേ ശിപായി ലഹരിയിലും ആ കാലഘട്ടത്തിൽ നടന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലുമൊക്കെ തന്നെ പങ്കാളികളായിട്ടുള്ള മറ്റു സമുദായങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു നടപടിയും ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അവിടെയാണ് ആ വ്യത്യസ്തത നമുക്ക് കാണാൻ കഴിയുക. ഭിന്നിച്ചു ഭരിക്കുക, ഒരു കാലത്ത് ഇന്ത്യ രാജ്യം തന്നെ വാണിരുന്ന ഒരു സമുദായത്തെ ഭിന്നിപ്പിച്ച് രണ്ടാക്കി ഭരിക്കുമ്പോൾ അവർക്ക് എളുപ്പത്തിൽ വളർന്ന് പന്തലിച്ച് കിടക്കുന്ന ഭാരതത്തിന്റെ, ഇന്ത്യയുടെ എല്ലാ പ്രദേശങ്ങളിലും അത് പ്രായോഗികമാക്കാൻ അവർ കഴിഞ്ഞു. ഈ ഒരു നയത്തിന്റെ ഫലമായി ആ ഒരു കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹം അവരുടെ പഴയ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പ്രതാപം അവർക്ക് നഷ്ടപ്പെട്ട ഒരു കാലഘട്ടമായി ഇതിന്റെ ബാക്കി ഭാഗമായി 1857 ശേഷം ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന് വലിയ നഷ്ടം സംഭവിച്ചത് ആ ഒരു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി പോരാട്ടത്തിൽ പങ്കുവഹിച്ചതിന്റെ കുറ്റം ഏറ്റെടുക്കേണ്ടി വന്നതുകൊണ്ട് അതിന് നഷ്ടമായത് മുസ്ലിം കുടുംബങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ സ്വത്തുവകളെല്ലാം തന്നെ പിടിച്ചെടുക്കുന്ന, അന്നത്തെ ബ്രിട്ടീഷ് സർക്കാർ അത് പിടിച്ചെടുക്കുന്ന രീതിയിലേക്ക് വന്നുവെന്നതാണ്. അങ്ങനെ ഒരു സമുദായത്തെ തകർച്ചയിലേക്ക് തള്ളുകയാണ്. അങ്ങനെയാണ് ഏറ്റവും രാജകൊട്ടാരങ്ങളിലും അന്നത്തെ എല്ലാം തന്നെ ഉണ്ടായിരുന്ന ഏറ്റവും വിലപിടിപ്പുള്ള രത്നങ്ങളുമെല്ലാം തന്നെ ബ്രിട്ടീഷുകാർ കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടം അവർക്ക് ഇതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. പക്ഷേ അതിന്റെ ഭാഗമായി നമ്മുടെ സമുദായത്തിനെ പറ്റിയുള്ള ഒരു പിഴവ് എന്നുള്ളത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ അവരുടെ മുസ്ലിം സമുദായത്തിന്റെ മതവിശ്വാസത്തിന് ഭീഷണിയായിക്കൊണ്ടും സത്യത്തിൽ ആ ഇംഗ്ലീഷ് ഭാഷയോടുള്ള എതിർപ്പല്ലായിരുന്നു. ഈ 1857 നടന്ന ശിപായി ലഹരി യുമായി ബന്ധപ്പെട്ട് ക്രൂരമായി ബ്രിട്ടീഷിന്റെ പട്ടാളവും ഗവൺമെന്റും മുസ്ലിങ്ങൾക്കെതിരായി എടുത്തുള്ള നടപടികളുടെ ഒരു പ്രതിഷേധം എന്നതിൽ ഇംഗ്ലീഷ് ഭാഷ പിടിക്കുന്നതിൽ വലിയ തോതിലുള്ള പിന്നോട്ട് പോക്ക് മുസ്ലിം സമുദായത്തിനുണ്ടായി. അതേസമയം മറ്റുള്ള ആളുകൾ, മറ്റു ഇതര സമുദായത്തിൽപ്പെട്ട ആളുകൾ നന്നായി തന്നെ ഇംഗ്ലീഷ് ഭാഷയടക്കമുള്ള പരിജ്ഞാനം നേടുന്നതിന് അവർ ശ്രമിച്ചു. അതിലൂടെ അവർക്ക് കാലഘട്ടത്തിനനുസൃതമായി സർക്കാർ സർവീസുകൾ അടക്കമുള്ളതിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ലഭിച്ചതെന്നും അറിയാം. ഇപ്പൊ കേരളത്തിലും നമുക്കതിന്റെ പ്രതിഫലനം ഉണ്ടായിട്ടുണ്ട്. ഇംഗ്ലീഷ് ഭാഷയോടുള്ള ഒരു അലർജി സത്യത്തിൽ മുൻകാലഘട്ടങ്ങളിൽ ഉണ്ടായത് കേരളത്തിലെ മുസ്ലിം ജനവിഭാഗങ്ങളെയും ചെറിയ തോതിലെങ്കിലും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പിന്നോട്ട് തള്ളാൻ കാരണമായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതെല്ലാം ഈ ഒരു കാലഘട്ടത്തിൽ ഇതെല്ലാം നടക്കുമ്പോഴാണ് സർ സയ്യിദ് തന്റെ സമുദായത്തോട് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത് മതത്തെ രക്ഷിക്കാൻ,
സമൂഹത്തെ ഉണർത്താൻ നമ്മുടെ ആയുധമായി ഉപയോഗിക്കേണ്ടത് നമ്മുടെ മതപരമായ തൊപ്പിയോ അതല്ലെങ്കിൽ യുദ്ധം ചെയ്യാനുള്ള വാളോ അല്ല എന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ആഹ്വാനം അത് യഥാർത്ഥത്തിൽ അത് ഉൾക്കൊള്ളാൻ അന്നത്തെ പൊതുസമൂഹത്തിന് വളരെ പ്രയാസമായിരുന്നു അത് ഉൾക്കൊള്ളാൻ. അത്രയും ഒരു ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള അതോടൊപ്പം ബ്രിട്ടീഷുകാർക്ക് ഓരം പറ്റി വളർന്ന മറ്റു സമുദായത്തോടൊപ്പം നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഈർഷ നല്ല രീതിയിൽ ഈ നമ്മുടെ മതവിഭാഗങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ അവിടെ ചർച്ച ചെയ്ത് കണ്ടൊരു കാര്യം ആധുനിക വിദ്യയും മതവിദ്യയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പ്രായോഗികമല്ല എന്നാണ് അദ്ദേഹം കണ്ടത്. അലിഗഡ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാൻ ഉണ്ടായ കാരണങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അത് തന്നെയാണ്. ഇവ രണ്ടും കൈകോർക്കുക എന്നുള്ളതാണ് അതിലൂടെ അദ്ദേഹം പ്രായോഗികമായിട്ട് കണ്ട ഒരു കാര്യം. ഒരു ജനതയുടെ യഥാർത്ഥ നവോത്ഥാനം എന്നുള്ളത് അത് അദ്ദേഹം പറഞ്ഞത് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ, ആ വിദ്യാഭ്യാസം എന്നത് സംസ്കാരത്തിന്റെ ഭാഗമാകുമ്പോൾ മാത്രമേ ആ നവോത്ഥാനം സാധ്യമാകൂ എന്നുള്ളതാണ് അദ്ദേഹം ജനങ്ങളിൽ ഉത്പാദിച്ചത്. ഇപ്പോ ഇന്ത്യ മാത്രമല്ലല്ലോ, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ യഹൂദരാകട്ടെ ക്രിസ്ത്യാനിറ്റി ആകട്ടെ അവരെല്ലാം തന്നെ വിശ്വാസം മുറുകി പിടിക്കുന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ ശാസ്ത്രത്തിലേക്കും അഥവാ ശാസ്ത്രബോധത്തെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള വിശ്വാസത്തിലേക്ക് അവർ നീങ്ങി. അതുകൊണ്ട് തന്നെ ഈ കാലത്ത് ഏറ്റവും സംസ്കാര സമ്പന്നമായിട്ടുള്ള നമ്മുടെ രാജ്യം പിന്തള്ളപ്പെട്ടു. പക്ഷെ യൂറോപ്യൻ രാജ്യങ്ങൾ വലിയ വേഗത്തിൽ മുന്നോട്ട് പോയത് ഇത് രണ്ടേയും ഒന്നിച്ചു കൊണ്ടുപോകാൻ യൂറോപ്യന്മാർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ ഇന്ത്യയിൽ ചില വിഭാഗങ്ങൾ അതിനെ ഏറ്റെടുത്തു, അവിടെ ഉയർച്ചയുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഭിന്നിപ്പിക്കാതെ അതിൻ്റെ ശാസ്ത്രീയതയുടെ വെളിച്ചത്തിൽ നമുക്ക് നിലനിൽക്കാൻ കഴിയണം, മുസ്ലിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും എന്നുള്ള കണ്ടെത്തൽ, ആ തിരിച്ചറിയൽ വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ മൂല്യം അത് മനുഷ്യന്റെ സ്വഭാവത്തിലും നൈതികതയിലും അതോടൊപ്പം തന്നെ അത് വളർത്തിയെടുക്കണം എന്നുള്ളതാണ്. സർ സയ്യിദിന്റെ കാഴ്ചപ്പാടുകൾ ഒരു വിദ്യാഭ്യാസം ഒരു ആത്മീയ പ്രക്രിയ അല്ല, അതോടൊപ്പം തന്നെ മനുഷ്യനെ ചിന്തിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഉത്തരവാദിത്വമുള്ള ഒരു പൗരനാക്കി മാറ്റിയെടുക്കാനും അത് കഴിയണം. കാലം മാറുമ്പോൾ നമ്മൾ മാറണമെന്നുള്ള ഒന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയിൽ ശക്തമായി എപ്പോഴും അദ്ദേഹം ഉന്നയിച്ചു വന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയതിൻ്റെ ഇതിൻ്റെ ഭാഗമായി അറിവാണ് നമ്മുടെ വിശ്വാസം, അന്ധവിശ്വാസമല്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ പലരും അതിനെ അന്ധമായിട്ടുള്ള മതവിശ്വാസത്തിൻ്റെ പേരിൽ തള്ളിക്കളഞ്ഞ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. പക്ഷേ ഇവിടെ സ്വന്തം സമുദായം ഇത്തരത്തിലൊരു ദുരവസ്ഥയിലേക്ക് പോയപ്പോൾ അവിടെ വേദനിച്ച ധാരാളം ദേശീയ നേതാക്കളുണ്ടായിരുന്നു. അത് പലപ്പോഴും നമ്മൾ പല ചരിത്രമൊക്കെ തന്നെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ സർ സയ്യിദിനെ പോലുള്ള ദീർഘവീക്ഷണമുള്ള ആളുകൾ അതിലേക്ക് അവരെ കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ ഈ സമുദായത്തിന്റെ പേരിലുള്ള ഒരു പ്രീതി പലപ്പോഴും അദ്ദേഹത്തെ എതിർക്കാനുള്ള വലിയൊരു ആയുധമായി ആ കാലഘട്ടത്തിലൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പക്ഷേ സ്വസമുദായത്തെ അജ്ഞാനത്തിന്റെ ആ ഒരു ഇരുളിലുള്ള അവരെ എങ്ങനെയും കൊണ്ടുവരിക, ആ ഒരു ഉത്തരവാദിത്വം തന്നിലുണ്ട് എന്നുള്ളൊരു ബോധം അദ്ദേഹത്തിനുണ്ടായി. ഗാന്ധിജിയെ പോലുള്ള ആളുകളുമായുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ, ദേശീയ നേതാക്കളുമായി അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ, ഇതൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഈ ഒരു തോന്നലിന് ആക്കിക്കൊണ്ടിരിക്കും. അദ്ദേഹത്തിന്റെ മനോഹരമായിട്ടുള്ള ഒരു ഉപമ അലിഗഡ് യൂണിവേഴ്സിറ്റി, നിങ്ങൾക്കത് പ്രത്യേകം ഞാൻ പറയേണ്ട ആവശ്യമില്ല.
ഹിന്ദുസ്ഥാൻ എന്ന മനോഹരിയായിട്ടുള്ള വധുവിൻ്റെ രണ്ട് കണ്ണുകളാണ്, ഒന്ന് മുസ്ലിമും ഒന്ന് ഹിന്ദു സമുദായം. അതിൽ ഒന്നിനെ വേർപ്പെടുത്തിയാൽ ആ സുന്ദരിയായ വധുവിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകും. അതുപോലെയായിരിക്കും ഇത്തരത്തിൽ ഒരു ചേരിതിരിഞ്ഞുള്ള പോക്കിലൂടെ നമുക്കുണ്ടാവുക. ഇന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മുടെ രാജ്യത്ത് തന്നെ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ്, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പുതിയ ഭരണകൂടങ്ങൾ എടുക്കുന്ന നിലപാടുകൾ ആ പഴയ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ്. പക്ഷെ അവിടെ അദ്ദേഹം ആ ഒരു ആശയം എന്നത് ഹിന്ദു മുസ്ലിം ഐക്യത്തിന്, അത് രാജ്യത്തിൻ്റെ ഏകതയിലേക്ക് നമ്മുടെ നയിക്കാൻ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം എടുത്തു പറയുന്ന ഒന്നായി പിന്നീട് മാറിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരേ മണ്ണിൽ ജീവിക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരങ്ങൾക്കപ്പുറം അന്നം പക്കണമെന്നതിൽ നമ്മൾ കുടിക്കുന്ന ഒരേ വെള്ളമാണ്, വിശപ്പിന് വേണ്ടി കഴിക്കുന്ന ഒരേ ഭക്ഷണമാണ്. ഇതിൻ്റെ തിരിച്ചറിവ് കൂടി നമുക്ക് വരുമ്പോൾ നമ്മൾ ഒരേ പാവമാണ്, നമ്മൾ ഒരേ രാജ്യത്ത് ജീവിക്കുന്നവർ, നമ്മൾ ഒന്നാണ് എന്നുള്ള ബോധത്തിലേക്ക് നമ്മൾ മാറണം. ഇതെല്ലാം തന്നെ മറ്റു സമുദായങ്ങളോടൊന്നുമല്ല അദ്ദേഹം പറഞ്ഞിരുന്നത്, മുസ്ലിം സമുദായത്തോടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അന്നും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. മുസ്ലിം സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള, സാംസ്കാരികപരമായിട്ടുള്ള, സാമൂഹികപരമായിട്ടുള്ള ഉന്നമനത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രാരംഭ ശ്രമങ്ങൾ അങ്ങനെയാണ് അദ്ദേഹം കേന്ദ്രീകരിച്ചു പോകുന്നത്. ഈ അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ, ഈ ഒരു സ്വപ്നങ്ങൾ ഇതിൽ ഒതുങ്ങാതെ വീണ്ടും പ്രാവർത്തികമാക്കാൻ അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹം കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഹിന്ദുവിനും മുസ്ലിമിനും വ്യത്യസ്തമായിട്ടുള്ള വിദ്യാഭ്യാസ രീതിയല്ല വേണ്ടത്. ഒരേ വിദ്യാഭ്യാസ രീതിയാണ് ഇന്ത്യയിൽ വേണ്ടത്, ഒരേ സംസ്കാരമാണ് വേണ്ടത്. വിശ്വാസങ്ങൾ അവിടെ നിൽക്കട്ടെ, അതിലപ്പുറത്തേക്ക് വിശ്വാസങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇന്ത്യൻ സംസ്കാരവും ഇന്ത്യൻ വിദ്യാഭ്യാസവും എല്ലാം തന്നെ ഒരേപോലെ ആയിരിക്കണം എന്നുള്ള വലിയ ദർശനം അദ്ദേഹത്തിനുണ്ടായി. ഇതിന്റെ ഭാഗമായാണ് പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത് രൂപപ്പെടുത്താൻ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചതും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദേശീയ നേതാക്കൾ അവർക്ക് അദ്ദേഹത്തിന് ഇത്രയും അധികം പിന്തുണ ആ കാലഘട്ടത്തിൽ നൽകാൻ കാരണമാണ്. ഒരു പാഠശാലയുടെ അറിവിലൂടെ അല്ലെങ്കിൽ മനസ്സിലൊരു ദേശത്തിൻ്റെ ആത്മാവ്, ഇപ്പോൾ ഒരു പാഠശാല എന്നുള്ളത് ആ ദേശത്തെ നമുക്ക് അറിയാനുള്ളൊരു കേന്ദ്രമായിട്ടാണ് പിന്നീട് മാറുന്നത്. അവിടെ ദേശീയതയുണ്ട്, അവിടെ സ്നേഹമുണ്ട്. ഇപ്പോൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങളെ കുറിച്ച് നമ്മൾ വരവാദ കേരളത്തിൽ സംസാരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഏറ്റവും വലിയ മാതൃക കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളാണ് ആ ഒരു സന്ദേശത്തിലുള്ളത്. അപ്പോൾ ആ ഒരു ആത്മാവിനെ അതിനെ ഒരുമിപ്പിക്കാൻ, അതിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ എന്നത് മതവിഭാഗതയെ പിന്തുണച്ചുകൊണ്ടായിരുന്നില്ല എന്നതാണ്. അവിടെ വലിയ ചിന്തയാണ് അദ്ദേഹത്തെ അതിലേക്ക് നയിച്ചത്. പലപ്പോഴും സഹജീവികളെ ഈ രീതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ചരിത്രം അദ്ദേഹത്തെ പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പലപ്പോഴും രാഷ്ട്രീയ വേർതിരിവിനല്ല വിദ്യാഭ്യാസം എന്ന് പലപ്പോഴും അദ്ദേഹത്തിന് പറയേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ വിദ്യാഭ്യാസ സ്വയം പര്യാപ്തതയ്ക്ക് നേതൃത്വം നൽകാൻ, അതിന് പര്യാപ്തരാക്കാൻ മുസ്ലിം ജനതയെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു സർ സയ്യിദ് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചത്. മതം മനുഷ്യനെ വിഭജിക്കേണ്ടതല്ല, ബന്ധിപ്പിക്കേണ്ടതാണ് എന്ന് പിന്നീട് ചെറിയ രീതിയിലെങ്കിലും ആ ആഹ്വാനങ്ങൾ നമ്മുടെ ജനത്തിലേക്ക് വന്നു എന്നുള്ളതാണ് ചരിത്രം കാണിക്കുന്നത്. ആ കാലങ്ങളിൽ ഇത് പറയാനുള്ള ധൈര്യം എന്നുള്ള ചെറുത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിക്കൊണ്ടാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു സമുദായത്തെ മുഴുവൻ പിന്തള്ളുകയും അവരുടെ സ്വത്തുവകകളെല്ലാം തന്നെ പിടിച്ചെടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പിന്നീട് ഈ ഒരു ആഹ്വാനം ആ കാലഘട്ടത്തിൽ ഇതിനോട് ചേർന്ന് നടക്കുന്ന സ്വാതന്ത്ര്യ സമര ചരിത്രമൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനായി നടക്കുന്ന സ്വാതന്ത്ര്യ സമരം, ഇതിനിടയിൽ നിന്നുകൊണ്ട് പ്രോ ബ്രിട്ടീഷ് എന്ന
രീതിയിൽ, ബ്രിട്ടീഷ് അനുകൂലി എന്നുള്ള രീതിയിലുള്ള മുദ്ര പോലും അദ്ദേഹത്തിന് ചാർത്തപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് ഈ സമുദായത്തിന് വേണ്ടി അദ്ദേഹം ഏറ്റെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ അദ്ദേഹം പിന്നീട് പലപ്പോഴും പറഞ്ഞത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോടെ ബ്രിട്ടീഷുകാരോട് ചേർന്ന് പ്രവർത്തിക്കുന്നത് അവരോടുള്ള അന്ധമായിട്ടുള്ള വിശ്വാസത്തിന്റെ ഭാഗമായിട്ടൊന്നുമില്ല. ഒരു സമുദായത്തെ അന്ന് കയറ്റിക്കൊണ്ടുവരുന്നെങ്കിൽ അന്ധവിശ്വാസത്തിലോ അടിമത്തത്തിലോ അല്ല നമ്മൾ വരേണ്ടത്, മറിച്ച് നമ്മളെ നാശത്തിലേക്ക് തള്ളിവിട്ടാം 1857 വിപ്ലവാനന്തര അവസ്ഥയിലേക്ക് നമ്മളെ ഉയർത്താൻ യുക്തിപരമായിട്ടൊരു തന്ത്രം നമ്മൾ ആവിഷ്കരിക്കണം. അതാണ് വിദ്യാഭ്യാസത്തെ വീണ്ടും അദ്ദേഹം ഉദ്ഘോഷിച്ച് പലപ്പോഴായി പറഞ്ഞു വന്നതെന്നുള്ളതാണ്. അത് ആ ബ്രിട്ടീഷ് താല്പര്യം എന്നുള്ള ആ മുദ്രകുത്തൽ നിന്ന് വീണ്ടും അദ്ദേഹത്തെ മാറ്റിക്കൊണ്ടുവരാൻ വലിയൊരു വിഭാഗം ഗഡ്ജുവിനെ പോലെ ആളുകൾ ഇന്നും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയമായ മാനം അതിനുണ്ട്, അതിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. ഇതിൻ്റെ ഒക്കെ തന്നെ ഇനിയുള്ള മാറ്റങ്ങൾ എന്നത് ആ ഒരു പകപോക്കൽ, ആ അനീതിക്കെതിരായി അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥത്തിൽ തന്നെ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബഹാദേഹി എന്ന 1859 അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ ഇതേക്കുറിച്ചൊക്കെ തന്നെ അത് അലിഗഡിലെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കുട്ടികളെ കുറിച്ചിട്ടുള്ളത് അതിൽ തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഭാരതീയരുടെ മതവിശ്വാസത്തിലോ ഇടപെടലുകൾ, ആചാരങ്ങൾ ഇടപെടൽ, അധികാരങ്ങൾ അനീതി തുടങ്ങിയ ധാരാളം കാര്യങ്ങൾ അദ്ദേഹം വീണ്ടും എഴുതിയിട്ടുണ്ട്. അതൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുക. മുസ്ലിം ജനവിഭാഗങ്ങളെ ഏത് കാലഘട്ടത്തിലും ആ തന്ത്രപരമായ നീക്കത്തിലൂടെ ചിന്തയിലേക്ക്, ശാസ്ത്രീയമായിട്ടുള്ള ബോധത്തിലേക്ക്, ആ ബോധത്തിൽ നിന്നും സമൂഹ അഭിമാനം എന്നുള്ളത് ഒക്കെ തന്നെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പക്ഷേ ഇന്നും യുക്തികളുടെ തെരുവീതികളിൽ ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും മുസ്ലിം സമുദായത്തിൻ്റെ നിലവിലുള്ള അവസ്ഥ എത്ര കണ്ട് പരിഹരിക്കുമെന്നുള്ളത് നമുക്ക് പിന്നീട് പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. ഈ ഒരു സഹകരണ നയം, ബ്രിട്ടീഷുകാരോടുള്ള സഹകരണ നയം എന്നുള്ളതിന് ആ തെറ്റിദ്ധാരണ മാറ്റാൻ പിന്നീട് ഒരു രീതി ബ്രിട്ടീഷുകാരുടെ മുന്നിൽ പിന്നെയും അദ്ദേഹത്തെ ശത്രുവാക്കിയൊക്കെ തന്നെ പലപ്പോഴും പല ചരിത്രകാരന്മാരും എഴുതിയതൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇതില് വളരെ രസകരമായൊരു കാര്യം, കാലഘട്ടത്തിനനുസരിച്ച് അദ്ദേഹത്തിന് ഏറ്റെടുത്തു. അതാണ് വിദ്യാസമ്പന്നരായ ആളുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ മതത്തിന്റെ അന്ധമായിട്ടുള്ള രീതിയിലേക്ക് പോകാതെ അതിനെ ശാസ്ത്രീയമായി കാണുക എന്നുള്ളതാണ്. ഇവിടെ പഠിക്കുക, ചിന്തിക്കുക, അത് വിജ്ഞാനമാണ് നിങ്ങൾ രക്ഷിക്കുക എന്നുള്ള ആ ഒരു വാക്കുകൾ പിന്നീട് സാവധാനത്തിലാണെങ്കിലും ഏറ്റവും നല്ല രീതിയിൽ ഇന്ത്യയിൽ പ്രചരിപ്പിക്കപ്പെട്ടു. ഇന്ത്യൻ ജനത്തിൽ, മുസ്ലിം ജനവിഭാഗത്തിൽ ഭൂരിപക്ഷം ആളുകളും അത് ഏറ്റെടുത്തു എന്നതാണ്. അദ്ദേഹത്തിൻ്റെ പേര് ചരിത്ര പാഠപുസ്തകത്തിലെ വെറും പേരായി നമുക്ക് കാണാൻ കഴിയില്ല. ഗാന്ധിജി തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ വാക്കുണ്ട്, എഡ്യൂക്കേഷൻ ചാമ്പ്യൻ, അങ്ങനത്തെ ഒരു വാക്ക് ഗാന്ധിജി ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചതായി പറയുന്നു കേൾക്കുന്നു. ഇതൊക്കെ തന്നെ കാണിക്കുന്നത് ഇന്ത്യയുടെ ഇങ്ങേയറ്റത്ത് കേരളത്തിൽ നമ്മൾ ഇത്തരത്തിലൊരു അനുസ്മരണം നടത്തുമ്പോൾ പുതിയ കാലത്തോട് ചേർത്ത് വായിക്കാൻ നമുക്ക് ഇതിനൊക്കെ തന്നെ സാധിക്കണമെന്നതാണ്. അന്ന് സർ സയ്യിദിന്റെ കാലഘട്ടത്തിൽ ശിവായി ലഹളി എന്താണോ ബ്രിട്ടീഷ് സാമ്രാജ്യം ഈ സമൂഹത്തെ ചെയ്തത്, അതേപോലെ തന്നെ ബുൾഡോസർ രാജ്യം ഒക്കെ തന്നെ വരുന്നത് അതേ ഒരു രീതിയിലേക്ക് തന്നെയാണ്. ഒരു വ്യത്യാസം അത് കൃത്യമായി തന്നെ വിലയിരുത്തുന്ന നമുക്കൊന്നും മറ്റൊരു വ്യത്യാസം അതിൽ കാണുന്നില്ല. ആരെയോ ഭയപ്പെടുന്നു. ഇപ്പോൾ സച്ചാർ കമ്മീഷന്റെ റിപ്പോർട്ടുകൾ കാണിക്കുന്നത് ഇവിടുത്തെ ആദിവാസി ദളിത് വിഭാഗങ്ങളെക്കാൾ ഏറ്റവും താഴ്ന്ന വിദ്യാഭ്യാസമാണ് ഇന്നും മുസ്ലിം സമുദായത്തിനുള്ളത് എന്ന് സച്ചാർ കമ്മീഷൻ അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്തു. പക്ഷേ ആ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് അത് ഏറ്റെടുത്ത് നടപ്പിലാക്കിയത് കേരളമാണ്. അതുകൂടി നമ്മൾ ആലോചിച്ചു പോകും.
ആ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് ഏറ്റെടുത്ത് നടപ്പിലാക്കുക. ഇപ്പോൾ മലപ്പുറത്തെ ക്യാമ്പസൊക്കെ വന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു അതിനൊക്കെ തന്നെ ചുവട് പിടിച്ചിട്ടാണ്. അത്തരത്തിലുള്ളൊരു ന്യൂനപക്ഷ വിദ്യാഭ്യാസ കേന്ദ്രീകൃതമായുള്ള സംവിധാനത്തിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിനൊക്കെ തന്നെ അറിവിൻ്റെ ശക്തി കൊണ്ട് ലോകത്തിൽ മുന്നേറുക, ഇതാണ് നമുക്ക് ആ കാലഘട്ടത്തിൽ അലീഗഡ് യൂണിവേഴ്സിറ്റിയുടെ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ സത്യത്തിൽ കേരളത്തിലും നല്ലൊരു മാറ്റം അലീഗഡ് വിദ്യാഭ്യാസം കൊണ്ട് തലയിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അബ്ദുൽ പോലുള്ള പ്രൊഡക്റ്റുകളൊക്കെ തന്നെ അതിൽ നിന്നും വന്നതാണ്. രാഷ്ട്രീയത്തിലായാലും പൊതുജീവിതത്തിലായാലും ഒക്കെ തന്നെ അത്തരത്തിൽ വ്യക്തിത്വം വളർത്തിയെടുക്കാൻ അലീഗഡിൻ്റെ വിദ്യാഭ്യാസ രീതി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ഇന്ന് അലീഗഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു വിദ്യാർത്ഥികളെന്ന് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും അവരുടെ വ്യക്തിത്വം, അവരുടെ കഴിവ് ഏറ്റവും നല്ല രീതിയിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ രീതിയിൽ അറിയപ്പെടുന്നവരായി അവരിന്നും നിലനിൽക്കുകയാണ്. അപ്പം ഇത് ഇന്ത്യയുടെ ബൗദ്ധികമായ യുവതലമുറയെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ, അവരെ പഠിപ്പിക്കാൻ നമുക്ക് കഴിയണം. അതൊരു വലിയ കാര്യം. ഇങ്ങനെയാണ് ഇങ്ങനത്തുള്ള ഒരു സിറ്റുവേഷൻ ഇപ്പോൾ തന്നെ ഈ സംഘപരിവാർ പോലുള്ള രാഷ്ട്രീയത്തിൻ്റെ അമിതമായ കടന്നുകയറ്റത്തിൽ തള്ളിപ്പോടുന്ന ഒരു മുസ്ലിം ജനവിഭാഗങ്ങളെ പിടിച്ചു നിൽക്കാൻ, അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ സയ്യിദിനെ പോലുള്ള ദീർഘവീക്ഷണമുള്ള വിദ്യാഭ്യാസ ചിന്തകൾ പുതിയ തലമുറയിലേക്ക് എത്തിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമായി നമ്മൾ ഏറ്റെടുക്കണം എന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അലീഗഡിൻ്റെ തന്നെ ഒരു പ്രത്യേക നിങ്ങൾ ഷായയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അലീഗഡിൽ നിന്ന് ഉണ്ടാക്കുന്ന ആ ആകാശത്ത് വരുന്ന വിധേയുന്ന വിദ്യാസമ്പന്നമായ മേഘങ്ങൾ അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പെയ്തൊഴിയുമെന്നുള്ള ആ മഹാഭാഗ്യം സത്യത്തിൽ യാഥാർത്ഥ്യമാണ് എന്നുള്ളത് നിങ്ങളുടെ അനുഭവങ്ങൾ ഇവിടെ പങ്കുവെക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ കഴിയും. ഇവിടെ മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടെ നമ്മൾ അലീഗഡ് ഓരോ വിദ്യാർത്ഥി അദ്ദേഹത്തിന് മഹാനിശമായിട്ടുള്ള ഒരു സ്വപ്നം, ആ സ്വപ്നം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഉയർന്നു പോകട്ടെ. അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം അത് ഉൾക്കൊള്ളാൻ ഇനിയും ധാരാളം വലിയ രീതിയിൽ അതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കേണ്ടത്. ഞാനതാണ് UP പോലുള്ള മറ്റ് ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങളെ അത് കുട്ടി പറയേണ്ടി വന്നു. അവിടങ്ങളിലൊക്കെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ തവണ എനിക്കൊരു ആ ട്രിപ്പിന് തമിഴ്നാട്ടിൽ നമ്മളൊരു യാത്ര പോയി. അടുത്ത കാലത്ത് ഒരു 6 മാസം മുമ്പാണ് സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ മൊത്തം, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾ സ്വർഗത്തിലാണ് ജീവിക്കുന്നതെന്ന് സത്യത്തിൽ തോന്നിപ്പോയ ഒരു യാത്രയായിരുന്നു കഴിഞ്ഞ ദിവസം UP ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങൾ ഒരു കമ്മിറ്റിയുടെ കീഴിൽ ഞങ്ങൾ നടന്ന യാത്രയിൽ കണ്ട ദയനീയമായിട്ടുള്ള കാഴ്ചകൾ, മാറ്റിയിരുത്തേണ്ട കാഴ്ചകൾ, തൊട്ടുകൂടായ്മയുടെ കാഴ്ചകളൊക്കെ തന്നെ കാണുമ്പോൾ തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ആ ഒരു കാലഘട്ടത്തിൽ ചർച്ച ചെയ്ത് പറഞ്ഞ വാക്കുകൾ യാഥാർത്ഥ്യമാകാൻ ഇനിയും കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് പോവേണ്ടിയിരിക്കുന്നു എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് സയ്യിദിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് ചെയ്യാൻ കഴിയുക ഈ ഒരു സംവിധാനത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ കേരളത്തിൽ നമുക്ക് അഭിമാനത്തോടുകൂടി പറയാം, ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ വിദ്യാഭ്യാസം നടത്തുന്ന സംസ്ഥാനം, ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരുടെ സംസ്ഥാനം, 100% സാക്ഷരതയുള്ള സംസ്ഥാനം, 100% ഡിജിറ്റൽ സാക്ഷരതയുള്ള സംസ്ഥാനം, 100% ദാരിദ്ര്യം മുകളിലുള്ള ആളുകളിലേക്ക് മാറിയ സംസ്ഥാനം. ഇതൊക്കെ തന്നെ നമ്മുടെ സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ ഭാഗമായി വളർത്തിക്കൊടുക്കുന്ന ഘട്ടഘട്ടമായിട്ട്. പക്ഷേ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഒരു ദേശീയ വിദ്യാഭ്യാസ ശ്രേണിയിൽ പഠിച്ചു വന്ന നിങ്ങൾ കൂടി നിങ്ങളുടെ ആരോഗ്യത്തിൽ നിങ്ങൾ കാണും. അത് കാണുമ്പോൾ ആ കാഴ്ച നമ്മുടെ ഇവിടെ കാണുന്ന സ്വപ്നങ്ങളല്ല, അവിടെയുള്ളത് കരിഞ്ഞൊടുങ്ങിയ മനുഷ്യൻ്റെ യാഥാർത്ഥ്യബോധം പോലും നഷ്ടപ്പെട്ട വലിയൊരു ജീവിതം നയിക്കുന്ന ഗ്രാമീണരായിട്ടുള്ള ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ സത്യത്തിൽ ഓർത്ത് നമുക്ക് ദുഃഖിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ എന്നൊരു വേദന നമ്മൾ പങ്കുവെക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ഒരു ശിലോവസ്തുമായി ബന്ധപ്പെട്ട വലിയ തർക്കങ്ങളുണ്ടായി.
സത്യത്തിൽ ഈ പറയുന്ന ഏത് ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ അവര് പലപ്പോഴും ക്രിസ്ത്യൻ പാതിരിമാരൊക്കെ തന്നെ പങ്കുവെച്ച ഇപ്പം എന്നോട് തന്നെ പങ്കുവെച്ച കാര്യങ്ങൾ ന്യൂനപക്ഷ മന്ത്രി എന്നുള്ളത് സത്യത്തിൽ ഈ ലോഹ ധരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ട്രെയിനിൽ പോലും യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, തെരുവുകളിൽ ഇറങ്ങാൻ പറ്റുന്നില്ല, ബസ്സുകളിൽ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല എന്ന് 3-4 പാതിരിമാർ UP പോലുള്ള സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന അച്ഛന്മാർ പറഞ്ഞു. അങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ ചെറിയ ചെറിയ കാര്യത്തിന് ഇവർ തമ്മിലുള്ള ഭിന്നിപ്പിന്റെ രീതിയിലേക്ക് കാര്യങ്ങളെ മാറ്റിയെടുത്തത്. ഇപ്പോഴും ബോധം ശരിക്കും വരാത്ത ഒരു ജനതയായി മാറുന്നതിലൊപ്പം വിദ്യയോടൊപ്പം തന്നെ വിദ്യാസമ്പന്നരാകുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി തിരിച്ചറിവ് മനുഷ്യൻ എന്താണ്, മനുഷ്യന്റെ നന്മ എന്താണ്, മനുഷ്യൻ എന്തായിരിക്കണം എന്നുള്ള ബോധം അവരിലേക്ക് വരാൻ പ്രാർത്ഥിക്കുക എന്നത് മാത്രമാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ മറ്റൊരു രീതിയിലേക്കൊന്നും ഇവരെ ഒന്ന് തിരുത്താൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ വീണ്ടും ആലോചിക്കുകയാണ്. സത്യത്തിൽ ദുഃഖകരമായിട്ടുള്ള ചില പ്രസ്താവനകളാണ് ഞാനിത് പറയാൻ കാരണം. സരസ്വതിനെ പോലുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങൾ വിദ്യാഭ്യാസം നേടിക്കൊടുക്കുന്നതിന് വലിയ പങ്കുവഹിച്ച വലിയ അധ്വാനം നടത്തിയിട്ടുള്ള ആളുകളെ പറ്റി ഓർമ്മിപ്പിക്കുകയോ നിലവിലുള്ള വിദ്യാസമ്പന്നരാണെന്ന് നടിക്കുന്ന നമ്മൾ ലോകത്തിൽ തന്നെ ഏറ്റവും വിദ്യാസമ്പന്നരാണ് എന്ന് കേരളക്കാർ പറയുകയാണ്, നമ്മൾ നടിക്കുകയാണ്. അവിടെയാണ് മതത്തിൻ്റെ പേരിലുള്ള ചേരിതിരിവുകൾ ഇവിടെ നടക്കുന്നു എന്നുള്ളത് ദുഃഖകരമായ ഒരു അവസ്ഥ എന്ന് നമ്മൾ സൂചിപ്പിച്ചുകൊണ്ട് ഈ ഇന്നത്തെ മലപ്പുറം ക്യാമ്പസിൻ്റെ അലുമിനി അതോടൊപ്പം തന്നെ അലിഗഡിലെ പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാം ചേർത്ത് നടത്തിയുള്ള SSC ഡേ സെലിബ്രേഷൻ അതിൽ പങ്കുചേരാൻ കഴിഞ്ഞത് അതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. സത്യത്തിൽ ഈ ഒരു ഡേ എന്നുള്ളത് എൻ്റെ സഹോദരൻ്റെ ഓർമ്മ ദിനവുമായിക്കൊണ്ട് കണക്കാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം.